ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കിൽ വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ടാസ്ക് ഫോഴ്സിന്റെ പരിശോധന ഇന്നു മുതൽ ഉണ്ടാകും. ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട്സ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നൽകിയ ഉപകരാറുകളും പരിശോധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഷബീദ്, ഈ ടാസ്ക് ഫോഴ്സിന്റെ അന്തിമമായ കടമ? ഇതിനെ പാലിച്ച ചെലവുകളൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായല്ലോ, അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വേണോ കരുതാൻ? ഊരാളുങ്കൽ സൊസൈറ്റി എന്തിന് 7 കോടിയിലധികം രൂപയുടെ ബില്ല് സമർപ്പിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമോ? വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണക്കിലെ ക്രമക്കേട് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് വലിയ തലവേദന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഏതാണ്ട് കൈയൊഴിയുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് എല്ലാം കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു കെ ജയകുമാർ ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദങ്ങളായി പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ ക്രമക്കേട് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ ദേവസ്വം ബോർഡ് യോഗത്തിന് തൊട്ടു മുൻപ് ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലടക്കം ചില വീഴ്ചകൾ സംഭവിച്ചു. അത് ഓഡിറ്റർക്ക് പറ്റിയ വീഴ്ചയല്ല, മറിച്ച് ഓഡിറ്റർ ചില കാര്യങ്ങൾ ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന് സമയബന്ധിതമായി കൃത്യമായി അതിന് മറുപടി നൽകാൻ കഴിയാത്തതിലെ പിശകാണ് ഉണ്ടായതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. 7 കോടിയിലധികം രൂപയുടെ ബില്ല് അത് ഈ ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി അത് നൽകി. എന്നാൽ 4.99 കോടി രൂപ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ, അങ്ങനെ നിജപ്പെടുത്തിയെന്നൊക്കെയുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇന്നലെ കമ്പനിയുമായി പ്രാഥമിക ചർച്ച അത് നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യം പരിശോധിക്കാൻ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. അതിൽ ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന ടാസ്ക് ഫോഴ്സ് ആണ് കണക്കുകൾ പരിശോധിക്കുക. അത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ കണക്കുകൾ പരിശോധിച്ച് 26-ാം തീയതി കോടതിയിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട്, അന്തിമ ഓഡിറ്റ് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വാദം. ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ കോടതിയിൽ നൽകിയത് സത്യവാങ്മൂലമോ അതല്ലെങ്കിൽ അന്തിമ ദേവസ്വം റിപ്പോർട്ടോ അല്ല, സമയബന്ധിതമായി നൽകണമെന്നുകൊണ്ട് ഓഡിറ്റർ നൽകിയ റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് പറഞ്ഞിരുന്നു. ആ പരിശോധനയാണ് ഇന്നു മുതൽ ടാസ്ക് ഫോഴ്സ് ആരംഭിക്കുന്നത്. ഊരാളുങ്കലിന് കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായും ഓഡിറ്ററുമായും ചർച്ച നടത്തിയാകും അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.